ഹലോ. നമ്മൾ അവസാനമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ 5-ാം മാസത്തെ ചടങ്ങിൻ്റെ വീഡിയോ ആയിരുന്നല്ലോ. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് അനോമൽ സ്കാനിൻ്റെ ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയ സമയത്ത് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, ബേബി ഹെൽത്തിയാണ്, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നേ. ആ ഒരു സമയം തൊട്ടിട്ട് തന്നെ എനിക്ക് ബേബിയുടെ മൂവ്മെൻറ്റ്സും ചെറുതായിട്ടുള്ള മൂവ്മെൻറ്റ്സും ബീറ്റൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ആദ്യമൊന്നും അറിയില്ലായിരുന്നു ഇതെന്താ സംഭവം എന്ന്. അടിവയറ്റിൻ്റെ ചെറുതായിട്ട് താഴെ ഇങ്ങനെ ഒരു ഫീല് വരുമായിരുന്നു. അങ്ങനെ പിന്നെ അത് കൂടുതലായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മായി, അമ്മായിയുടെ മകൾ, മേമ ഇവരെല്ലാവരും എന്നെ കാണാൻ വേണ്ടിയിട്ട് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ദിവസം ഇതുപോലെ സങ്കടമുള്ള ഒരു ദിവസമായി, സങ്കടമല്ല ടെൻഷനായ ഒരു ദിവസമായി. ഞാൻ പറഞ്ഞല്ലോ ബേബിയുടെ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങിയിരുന്ന ഒരു സമയമായിരുന്നു എന്ന്. ഈ ഒരു ദിവസം എനിക്ക് അങ്ങനത്തെ ഒരു ഫീലേ ഇല്ല. കുഞ്ഞ് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഒന്നും ഇളകുന്നതോ ഒന്നും കാണുന്നില്ല. അങ്ങനെ നമ്മൾ ഇമ്പോർട്ടൻ്റ് അതിനാണല്ലോ. അപ്പം നമ്മൾ ഇവർ വരുന്നതിൻ്റെ കുറച്ച് മുന്നേ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. ഡോക്ടറെ അടുത്ത് പോയ സമയം തന്നെ എനിക്ക് മൂവ്മെൻറ്റ്സ് ഒക്കെ കിട്ടി തുടങ്ങി. പിന്നെ നമ്മളവിടെ പോയി കഴിഞ്ഞാൽ എന്തായാലും ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരാൻ കുറച്ച് ലേറ്റ് ആവുമല്ലോ. അങ്ങനെ വന്നപ്പോഴത്തേനും അവർ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ കഥയൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ട് പിന്നെ അവരെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ്. പിന്നെ അവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. എയർ ഫ്രയർ, അതുപോലെ റൈസ് കുക്കർ, ഡിന്നർ സെറ്റ്, ഇതൊക്കെയായിരുന്നു അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്വീറ്റ്സും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ മേഖലയ്ക്കേ പോകുന്നില്ല, കാരണം എനിക്ക് ഷുഗറിൻ്റെ വേരിയേഷനും കുറച്ച് കൂടുതലായിരുന്നു പ്രഗ്നൻസി ടൈമിൽ. അതുകൊണ്ട് എനിക്കത് കഴിക്കാനൊന്നും വലുതായിട്ട് പറ്റൂലായിരുന്നു. പിന്നെ നമ്മൾ രാത്രിയായപ്പോൾ അതിൽ ചിക്കനൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.